നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. ഇലഞ്ഞി കേരള കോൺഗ്രസ് പിറവം നിയോജക മണ്ഡലം വജ്ര ജൂബിലി സമ്മേളനം ഇലഞ്ഞി വി ജോസഫ് എക്സ് MLA നഗറിൽ പാർട്ടി എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ആയതിലേക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് ഇറങ്ങണമെന്നും മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. വിവിധ പാർട്ടികളിൽ നിന്നും കേരള കോൺഗ്രസിലേക്ക് കടന്നുവരുന്നവരെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്വീകരിച്ചു. പാർട്ടി ഡെപ്യൂട്ടി ചെയർമാനും കോട്ടയം MPയുമായ അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സമ്മേളനത്തിന് മുന്നോടിയായി ഇലഞ്ഞി വ്യാപാര ഭവന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച വജ്ര ജൂബിലി റാലി പാർട്ടി വർക്കിംഗ് ചെയർമാൻ ശ്രീ PC തോമസ് എക്സ് MP, നിയോജക മണ്ഡലം പ്രസിഡന്റ് MB ജോസഫിന് പാർട്ടി പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടത്തിയ പ്രകടനത്തിൽ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു. സമ്മേളന വേദിയിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ചീഫ് കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. സീനിയർ ജനറൽ സെക്രട്ടറി ശ്രീ ജോണി അരിക്കാട്ടിൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷിബു തെക്കുംപുറം, KSC സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോൺസ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ ബാബു നെടുമ്പുറം, ജില്ലാ സെക്രട്ടറി ശ്രീ ജിസൺ ജോർജ്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശ്രീ വർഗീസ് താനം, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ PK ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ, വനിതാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി റോസിലി സാബു, ഇലഞ്ഞി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജുമോൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ശ്രീ KV കുര്യൻ കട്ടപ്പുറം, ശ്രീ സാജു എബ്രഹാം എർണിയാകുളം, ശ്രീ അഗസ്റ്റിൻ ജോസഫ് പുലവേലിൽ, ശ്രീ KJ മാത്യൂസ് കുന്നപ്ലാത്ത്, ശ്രീ ബേബിച്ചൻ ചേനക്കാലായിൽ, ശ്രീ ജോർജ് പോൾ കാച്ചിറയിൽ, ശ്രീ KN ചക്രൻ കണിച്ചുക്കാട്ട്, ശ്രീ ജോർജ് പുറത്തിക്കാട്ടിൽ, ശ്രീ തോമസ് കുര്യാക്കോസ്, ശ്രീ കുഞ്ഞുമോൻ മുളന്തുരുത്തി, ശ്രീ KG സുരേഷ് ബാബു, ശ്രീ PP സാജു, ശ്രീ ജോർജ് ആനക്കോട്ടിൽ, ശ്രീ KV പൗലോസ്, ശ്രീ NA ജെയിംസ്, ശ്രീ തോംസൺ ജേക്കബ്, ശ്രീ ബേബി കിരാന്തടം, ശ്രീ CA ജോയ് ചമ്പമലയിൽ, ശ്രീ ജോർജ് M ജോസഫ്, ശ്രീ സിബിക്കുട്ടി ജോബ് തുടങ്ങിയവർ ജാഥയ്ക്കും വജ്ര ജൂബിലി സമ്മേളനത്തിനും എന്ന് കാണിച്ചു തന്നിട്ടുള്ളത് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇന്ന് ഈ പരിപാടി വിജയിപ്പിക്കണം. അതിന് ഇവിടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും എല്ലാം ഞാൻ അനുമോദിക്കുന്നു. കാരണം ഇവിടെ ഇതുപോലെ 4:30-ക്ക് ഒരു ജാഥ തുടങ്ങി അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങാനിരിക്കുമ്പോൾ ഏതാണ്ട് 4:30 തന്നെ ഇവിടെ നിങ്ങളെല്ലാവരും എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഈ പ്രകടനത്തിൻ്റെ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പ് ചരൽക്കുന്നിൽ നടന്നപ്പം പാർട്ടി ചെയർമാൻ പ്രഖ്യാപിച്ചതനുസരിച്ചാണ് പിറവം നിയോജകമണ്ഡലത്തിൽ നമ്മൾ ഈ സമ്മേളനം നടക്കുന്നത്. കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായിട്ട് 60 വർഷം പൂർത്തീകരിച്ചപ്പോൾ ഒരു വർഷത്തെ പരിപാടിയായി വജ്ര ജൂബിലി സമ്മേളനം എല്ലാ നിയോജകമണ്ഡലത്തിലും നടത്തണം എന്നുള്ള തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മൾ ഇവിടെ ആവിഷ്കരിച്ചത്. ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാഷ്ട്രീയപരമായി നോക്കിയാൽ ഇന്ന് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. കഴിഞ്ഞ 8.5 വർഷക്കാലം കേരളത്തെ അതിവേഗം ബഹുദൂരം നയിച്ചിരുന്ന ഒരു ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ആ ഒരു വികസന കാഴ്ചപ്പാടിൽ നിന്നും അതിവേഗം ബഹുദൂരം പുറകോട്ട് പിടിച്ച് വലിച്ച് ഇന്ന് ഈ സംസ്ഥാനത്തെ ഒരു പലായനങ്ങളുടെ നാളാക്കി മാറ്റി എന്ന ഏക ക്രെഡിറ്റ് മേന്മ മാത്രം അവകാശപ്പെടുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഈ സംസ്ഥാനം കേരള ജനതയെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മത്സരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇതിന് നേതൃത്വം നൽകിയ നിങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും ഈ സമ്മേളനത്തിന് മുഖ്യമായ നേതൃത്വം നിയോജകമണ്ഡലം പ്രസിഡന്റ് MP ജോസഫും സെക്രട്ടറി ജെയിംസ് മണക്കാട്ടും അടക്കമുള്ള നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് ഇത് നേതൃത്വം നൽകുന്നത്. അവരെയും ഈ സമ്മേളനത്തിൻ്റെ മുഖ്യ സംഘാടകനായി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ മുൻനിരക്കാരനായ സീനിയർ ജനറൽ സെക്രട്ടറിയായി ഇപ്പോൾ പാർട്ടി
ഉന്നതമായ ഒരു അംഗീകാരത്തോടുകൂടി ഇപ്പോൾ പരിഗണിച്ചിരിക്കുന്ന ദീർഘകാലമായി പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ജോണി അരീക്കാട്ടിൽ ജോണി ചേട്ടൻ അടക്കമുള്ള എല്ലാ നേതാക്കളെയും നിറഞ്ഞ മനസ്സോടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഷിബു തെക്കുംബർ എറണാകുളം ജില്ലയിലെ ബാക്കി കേന്ദ്രങ്ങൾ ഇനി ഏറ്റെടുക്കണം. ഇപ്പോൾ കോതമംഗലത്ത് മലയോര കർഷക ജാഥയ്ക്ക് കേരളത്തിലെ ഏറ്റവും നല്ല സ്വീകരണം മലയോര കർഷക ജാഥയ്ക്ക് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിച്ച ജാഥയ്ക്ക് കിട്ടിയത് കോതമംഗലത്താണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് പറയാൻ കഴിയും. നിസ്വാർത്ഥമായി സേവനം ചെയ്ത് കടന്നുപോയ ഒട്ടേറെ ആളുകളുണ്ട്. വജ്രജൂബിലിയൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യം. ഈ ഇരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് വേണ്ടി ഇതിൻ്റെ ആരംഭകാലം മുതൽ ഒരുപക്ഷെ ആരംഭത്തിൽ ഒരുപക്ഷെ ഇല്ലാത്തവർ പോലും അതിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ദീർഘകാലം നിസ്വാർത്ഥമായി സേവനം ചെയ്ത ഒരു തലമുറയാണ്. ഇന്ന് ആ തലമുറയൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ ആദരിക്കുക, അവരുടെയൊക്കെ ആ പ്രവർത്തനങ്ങളുടെ ആ ഒരു ചുവട് പിടിച്ചുകൊണ്ട് ഇനി ഭാവിയിൽ മുന്നോട്ട് നമ്മൾ എങ്ങനെ പോകണമെന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം. പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പൈറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.